അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. നമ്മൾ ഈ ലോകത്ത് എന്തിനാണ് ജീവിക്കുന്നത്? ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ആളാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണോ? അത് ഏറ്റവും നല്ല ധനികൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണോ? അതോ ഏറ്റവും നല്ല കാർ വാങ്ങിയ ആൾ, ഏറ്റവും നല്ല വീട് വാങ്ങിയ ആൾ, ഏറ്റവും നല്ല അവാർഡ് വാങ്ങിയ ആൾ, അങ്ങനെ ഏറ്റവും വലിയ സ്ഥാനമാനങ്ങളും ഉന്നത പദവിയൊക്കെ ഉള്ള ആൾ, അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്? ചില ആളുകളുടെ പെരുമാറ്റങ്ങൾ, ജീവിത രീതികൾ, സംസാരങ്ങൾ, പ്രവൃത്തികളൊക്കെ കണ്ടാൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നിപ്പോകും. എന്നാൽ നമ്മൾ ഈ ലോകം സൃഷ്ടിച്ച സൃഷ്ടിതാവായ പരിശുദ്ധനായ അല്ലാഹു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് വെച്ചാൽ, അല്ലാഹു സ്വർഗരാജ്യം, അതായത് ഈ ഭൂമിയൊക്കെ സൃഷ്ടിച്ച അല്ലാഹു ഇതൊരിക്കൽ ഈ ഭൂമിയെല്ലാം നിരപ്പാക്കി ഒരു സ്വർഗം സ്ഥാപിക്കും. ആ സ്വർഗരാജ്യത്തിലേക്ക് അതിന് അർഹതപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ മനുഷ്യരെ ഓരോ ആളുകളെയും അല്ലാഹു ഈ ഭൂമിയിലേക്ക് അയച്ചത്. നമ്മളുടെ ഓരോ ആളുകളുടെ സ്വഭാവം വിനയമുള്ളവരാണോ, സ്നേഹമുള്ളവരാണോ, വഞ്ചനയില്ലാത്തവരാണോ, ചതി ചെയ്യാത്ത ആളുകളാണോ, കരുണയുള്ള ആളുകളാണോ, ദയയുള്ള ആളുകളാണോ, നിസ്കരിക്കുന്ന ആളുകളാണോ, മറ്റുള്ള ആളുകൾക്ക് പരോപകാരികളാണോ, ദാനം ചെയ്യുന്ന ആളുകളാണോ, അങ്ങനെ വിനയമുള്ളവരാണോ, ഉള്ളവരാണോ, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണോ എന്ന് പരിശുദ്ധനായ അല്ലാഹു എല്ലാ മനുഷ്യരെയും പരിശോധിച്ച് അങ്ങനെയുള്ള ആളുകളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. എന്നാൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ ആളുകളും അവരുടെ സൗന്ദര്യത്തിൽ മുഴുകിക്കൊണ്ട്, പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ, സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരുടെ സൗന്ദര്യത്തിൽ മയങ്ങിക്കൊണ്ട് ജീവിതത്തിൻ്റെ അടിത്തറ ഇത് എന്താണ് എന്നുള്ളത് പല ഘട്ടങ്ങളിലും മറന്നുപോകും. എല്ലാവരും ഓർക്കുക, നമുക്കൊരു മരണമുണ്ട്. ആ മരണത്തിൽ നമ്മൾ പരിശുദ്ധനായ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെങ്കിൽ നന്നായി ജീവിക്കുക.